എല്ലാവർക്കും സ്വാഗതം മാപ്ര യൂട്യൂബ് മലയാളം ചാനലിലേക്ക്. പുതിയ വാർത്തകളും വിശകലനങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളോടൊപ്പം തുടരൂ. കേരള മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ കർക്കശ നിലപാട്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിലെ അനിശ്ചിതത്വം വെറുമൊരു ഗ്രൂപ്പ് തർക്കമല്ലെന്നും മറിച്ച് പാർട്ടിയിലെ അച്ചടക്കം തിരിച്ചുപിടിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ബോധപൂർവമായ ഇടപെടലാണെന്നുമാണ് ഡൽഹിയിൽ നിന്നുള്ള സൂചനകൾ. 10 ദിവസം പിന്നിട്ടിട്ടും പ്രഖ്യാപനം ഉണ്ടാകാത്തതിന് പിന്നിൽ രാഹുൽ ഗാന്ധിയുടെ കടുത്ത നിലപാടുകളാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രധാന നിരീക്ഷണങ്ങൾ: സമ്മർദ്ദതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞു. സാധാരണ പ്രവർത്തകരെയും സോഷ്യൽ മീഡിയയെയും ഉപയോഗിച്ച് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞതോടെയാണ് രാഹുൽ ഗാന്ധി കർക്കശ നിലപാട് സ്വീകരിച്ചത്. അച്ചടക്കത്തിന് മുൻഗണന, ആരെയും ആളാകാൻ അനുവദിക്കില്ല എന്ന സന്ദേശമാണ് ഹൈക്കമാൻഡ് നൽകുന്നത്. പാർട്ടിനേക്കാൾ വലുതല്ല വ്യക്തികളെന്നും ഭീഷണിക്ക് വഴങ്ങി മുഖ്യമന്ത്രി പദം നൽകില്ലെന്നും നേതൃത്വം ഉറപ്പിച്ചു പറയുന്നു. സൈബർ ആക്രമണങ്ങളിൽ അതൃപ്തി. കെ.സി. വേണുഗോപാലിനെതിരെയുള്ള സൈബർ ആക്രമണങ്ങളിലും വി.ഡി. സതീശനായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചാരണങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. നേതാക്കളുടെ അവസ്ഥ: വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവർ പ്രതീക്ഷയിലാണെങ്കിലും ഹൈക്കമാൻഡ് കടിഞ്ഞാൺ മുറുക്കിയതോടെ ആർക്കും പരസ്യ നിലപാടുകൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിൽ രമേശ് ചെന്നിത്തലയുടെ മിതത്വം നേതൃത്വത്തിന്റെ മതിപ്പ് നേടിയിട്ടുണ്ട്. ലക്ഷ്യമിടുന്നത് വലിയ മാറ്റം. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം പാർട്ടിയിൽ ഒരു സർജറി നടത്താനാണ് രാഹുൽ ലക്ഷ്യമിടുന്നത്. കേരളത്തിലെ വലിയ വിജയം വ്യക്തികളുടെ മിടുക്കായി കാണുന്നതിനു പകരം പാർട്ടിയുടെ വിജയമായി നിലനിർത്താനാണ് നീക്കം. മുൻ മുഖ്യമന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കഴിഞ്ഞു. ഭരണസ്തംഭനം എന്ന ഘടകകക്ഷികളുടെ ആരോപണങ്ങൾക്കിടയിലും വ്യക്തമായ കൃത്യതയോടെ പുതിയ സർക്കാരിനെ കൊണ്ടുവരാനാണ് ഹൈക്കമാൻഡ് ആഗ്രഹിക്കുന്നത്. ഗ്രൂപ്പ് മാനേജർമാരുടെ കാലം കഴിഞ്ഞുവെന്നും ഹൈക്കമാൻഡ് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന കാലം വന്നുവെന്നും ഈ കാത്തിരിപ്പ് തെളിയിക്കുന്നു. ഉപസംഹാരം: വൈകാതെ തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും. ആ പേര് ആരുടേതായാലും അത് ഗ്രൂപ്പ് നോമിനിയെന്നതിനേക്കാൾ ഹൈക്കമാൻഡ് നോമിനിയായിട്ടായിരിക്കും അറിയപ്പെടുക. അനുസരണയുള്ള ഒരു പാർട്ടി നിരയെ വാർത്തെടുക്കുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ആത്യന്തിക ലക്ഷ്യം. Thank you.